7. വ്യാപാര സ്ഥാപനങ്ങൾക്ക് അർഹമായ പാക്കേജ് നൽകുക. 8. നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന പാർവതിപുത്തനാർ വികസനത്തിന്റെ വ്യക്തമായ മാസ്റ്റർ പ്ലാൻ ഉടൻ തന്നെ പുറത്തുവിടുക. 9. ദേശീയപാതയ്ക്ക് സ്ഥലം എടുക്കുന്ന മാനദണ്ഡമനുസരിച്ച് നഷ്ടപരിഹാരം അതാത് ആളുകൾക്ക് നൽകുക. 10. തോന്നുംപടി സ്ഥാപിച്ച കല്ലുകൾ പ്രോജക്റ്റ് പറഞ്ഞതനുസരിച്ച് അളവുകൾ അനുസൃതമായി കൃത്യമായി സ്ഥാപിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 11. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഇവർ മുന്നോട്ട് വെച്ച പ്രമേയം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പൊതുപ്രവർത്തകരും മറ്റ് മഹത് വ്യക്തിത്വങ്ങളും ഈയൊരു സമരപരിപാടിയിൽ അണിചേർന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സമര നേതാക്കൾ മലയാള ജില്ലാ ന്യൂസിനോട് പറഞ്ഞത്. തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിൽ വലിയൊരു ടൂറിസ്റ്റ് മേഖലയാക്കി പാർവതിപുത്തനാറിൻ്റെ സമീപ പ്രദേശം മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്നാൽ സമീപ പ്രദേശത്ത് താമസിക്കുന്ന നിർധരായ ആളുകൾ എങ്ങോട്ട് പോകും? ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. ഇതിനൊരു പരിഹാരം കാണാനാണ് ഈ സമരം മുന്നോട്ട് വന്നിട്ടുള്ളത്. മലയാള ജില്ലാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളി.